സെക്ഷൻ 4 നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പവറിനെ കുറിച്ചിട്ടാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമാണ്. ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വർക്കും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ടെങ്കിൽ 10 സെക്കൻഡിൽ 100 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100/10 വാട്ട് കിട്ടും. SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, അതായത് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈമാണ്. ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അതിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്, അതിൻ്റെ പേര് വാട്ട് എന്നാണ്. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ എൻജിൻ്റെയൊക്കെ പവർ നമ്മൾ സാധാരണയായിട്ട് എക്സ്പ്രസ് ചെയ്യുക ഹോഴ്സ് പവറിലാണ്, HP എന്ന് പറയും. നമുക്ക് ഇത്ര HP എൻജിൻ നമ്മുടെ വീട്ടിലെ മോട്ടർ ആണെങ്കിലും മോട്ടറിൻ്റെ പവറും HP തന്നെയാണ് പറയാറുള്ളത്. നമ്മൾ 1 HP 1/2 HP എന്നൊക്കെ പറയുന്നത്. എൻജിൻ്റെ ആകുമ്പോൾ കുറേ കൂടി കൂടുതലായിരിക്കും. അപ്പോൾ 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ വരാറുണ്ട്. ഇമ്പീരിയൽ ഹോഴ്സ് പവറും ഉണ്ട്, മെട്രിക് ഹോഴ്സ് പവറും ഉണ്ട്. ഇമ്പീരിയൽ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 745.6 ആ റേഞ്ചിൽ വരും, പക്ഷെ നമ്മൾ റൗണ്ട് ചെയ്ത് 746 വാട്ടാക്കും. അതുപോലെ മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 736 ആണ്. 735 പോയിന്റ് ആണ്, എന്നാലും നമ്മൾ അതും 736 റൗണ്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ 746 എടുത്താൽ മതി ഇമ്പീരിയൽ ഹോഴ്സ് പവർ എടുക്കാൻ. അപ്പോൾ ഇത്രയാണ് പവറിനെ പറ്റി പറയാനുള്ളൂ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമാണ്. ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. എൻജിൻ്റെ പവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഹോഴ്സ് പവറിലാണ്. അത് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഇമ്പീരിയൽ ഹോഴ്സ് പവർ ആണെങ്കിൽ 746 വാട്ടും മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 736 വാട്ടും ആണ്. ഇത്രയാണ് പവറിനെ പറ്റി ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ച് എക്സ്ട്രാ പഠിക്കാനുണ്ടായിരിക്കും. ഇതാണ് ഹീറ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഹീറ്റ് എന്ന് നോക്കാം. ഹീറ്റ് എന്ന് നമ്മൾ പെട്ടെന്ന് മഴയിൽ പറഞ്ഞാൽ ചൂട് എന്ന് പറയും. ചൂട് എന്ന് മാത്രമല്ല, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു തരം എനർജിയാണ്. പലതരത്തിലുള്ള എനർജി ഉണ്ടായിരുന്നല്ലോ, അതിലെ ഒരു തരത്തിലുള്ള എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം, ഈ നമ്മൾ കാണുന്ന എല്ലാ മെറ്റീരിയലും, ഈ ലോകത്തുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും ഉപയോഗിച്ചിട്ടാണ്. തന്മാത്രകളും ആറ്റത്തിൽ നിന്ന് നമ്മളത് പറയാൻ എനിക്കറിയില്ല, അത് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം വളരെ ചെറുതായതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവയൊന്നും അടങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മെറ്റീരിയലും വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം അതിനൊക്കെ എനർജി ഉള്ളതുകൊണ്ടാണ്. അതെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കൂട്ടിമുട്ടും. നമ്മളിപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ, മൊബൈൽ ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് പല മെറ്റീരിയൽ കൊണ്ടാണ്. ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ആറ്റങ്ങളും മോളിക്യൂൾസും ഉണ്ട്. ആ മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റില്ല എങ്കിൽ കൂടി അവയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടും. കാരണം ഇതെല്ലാം ഒരു ചെറിയ ഭാഗത്ത് അടങ്ങിയിരിക്കുകയാണല്ലോ, അപ്പോൾ അധികം ദൂരത്തേക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുക, നമ്മുടെ കൈ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ കൈ ചൂടാവുന്ന പോലെ ഈ ആറ്റങ്ങൾ കൂട്ടിമുട്ടുമ്പോഴും അത് തമ്മിൽ ചൂടുണ്ടാവും, ഹീറ്റ് ഫോം ചെയ്യും. ആ എനർജിയാണ് നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഹീറ്റ് എന്നല്ല പറയാം, ടെമ്പറേച്ചർ എന്നാണ് പറയാം. നമ്മൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത്, ഒരു വസ്തു ചൂടാവുമ്പോൾ, ഹീറ്റ് ആവുമ്പോൾ നമ്മൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളിലും ഹീറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണണമെന്നില്ല. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് തെർമൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ. തെർമൽ എനർജി എങ്ങനെയാണോ നമുക്ക് അനുഭവപ്പെടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ. കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുമെങ്കിലും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഹീറ്റ് എനർജി എല്ലായിടത്തും ഉണ്ട്. ചിലയിടത്ത് പുറത്ത് വരും, ചിലയിടത്ത് പുറത്ത് വരില്ല. പുറത്ത് വരുന്നതിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ 2 ടൈപ്പ് എനർജി ഉണ്ട്. ഇന്റേണൽ എനർജി ഉണ്ട്, വർക്ക് ഡണ്ണും ഉണ്ട്. വർക്കാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഹീറ്റ് എപ്പോഴും എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? ഉയർന്ന ടെമ്പറേച്ചറിൽ നിന്നും താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് വരുള്ളൂ. ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ ചൂട് വരുള്ളൂ. അങ്ങനെ ചൂട് വരാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണമെന്നില്ല, തനിയെ വന്നോളും. നമ്മളിപ്പോൾ ഒരു കമ്പി ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം ചൂടാക്കിയിരിക്കട്ടെ, മറ്റേ ഭാഗത്തേക്ക് ചൂട് തനിയെ വരും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ചൂട് തനിയെ ഒരിക്കലും
ഒഴുകില്ല. അങ്ങനെ ഒഴുകുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. തനിയല്ല, എക്സ്റ്റേണൽ നമ്മളായിട്ട് നിർബന്ധിച്ച് കുറഞ്ഞ താപനിലയിൽ നിന്നും കൂടിയ താപനിലയിലേക്ക് ചൂടിനെ ഒഴുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ AC ഒക്കെ, അതൊക്കെ നമുക്ക് ആ ഭാഗം വരുമ്പോൾ പഠിക്കാം. പക്ഷെ ഒരു ഹീറ്റിന് ഉയർന്ന താപനിലയിൽ നിന്നും കുറഞ്ഞ താപനിലയിലേക്ക് ഒഴുകാൻ ആരുടെയും സഹായം ആവശ്യമില്ല. അത് മാത്രം അറിഞ്ഞിരിക്കുക. തനിയെ ഒഴുകണമെങ്കിൽ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ ഒഴുകുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാ മെറ്റീരിയലും ഒരുപോലെ ചൂട് കടത്തിവിടില്ല. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലായിട്ട് എന്ത് ചെയ്യാം, മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചൂടിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പി ഉണ്ടല്ലോ, മെറ്റലല്ലേ, ആ മെറ്റലിന്റെ ഒരു ഭാഗം ചൂടായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം ചൂടാകും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റൽ അതിൻ്റെ ഉള്ളിൽ കൂടി ആ ചൂടിനെ കടത്തിവിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മറ്റേ ഭാഗം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കൈയും ചൂടാകുന്നത്. വേറൊരു മെറ്റീരിയലാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്നാൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ചൂടിനെ കടത്തിവിടില്ല. ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ കത്തി കത്തി എൻ്റെ അടുത്ത് കയ്യിലെത്തുന്നത് വരെ എനിക്ക് കൈ ചൂട് വരില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം എന്താണ്, പേപ്പർ ഒരിക്കലും ചൂടിനെ കടത്തി വിടുന്നില്ല. പേപ്പറിന്റെ കത്തി കത്തി കഴിയാറാവുമ്പോൾ നമ്മുടെ കയ്യിലെത്തുള്ളൂ. അതായത് പേപ്പർ ഒരിക്കലും ചൂടിനെ കടത്തി വിടില്ല. തീ എത്തിയപ്പോഴാണ് നമ്മുടെ കൈ ചൂടായത്. അല്ല, പേപ്പറിലൂടെ ചൂട് നമ്മുടെ കയ്യിലേക്ക് ഒരിക്കലും എത്തില്ല. മരം അങ്ങനെ തന്നെയാണ്. മരത്തിന് ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മറ്റേ ഭാഗം കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൂടാവില്ലല്ലോ. ഗ്ലാസ്സും അങ്ങനെയാണ്, പ്ലാസ്റ്റിക്കും അങ്ങനെയാണ്. പ്ലാസ്റ്റിക് ഉരുക മാത്രമേ ചെയ്യുള്ളൂ, ചൂട് കടത്തി വിടില്ല. ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടക്ടേഴ്സ്, ചൂടിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസ്. എക്സാമ്പിൾ എന്താണ്, മെറ്റൽസ്, വാട്ടറിനെ ഒരു ഭാഗത്ത് ചൂടാക്കിയിട്ട് മറ്റേ ഭാഗത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൂടാവും. അതുപോലെ ഇൻസുലേറ്റർ, അടുത്ത മെറ്റീരിയൽ ടൈപ്പാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചൂടിനെ കടത്തി വിടാത്ത മെറ്റീരിയൽസ്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഗ്ലാസ്, വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ, അല്ലെങ്കിൽ പേപ്പർ. ഇതാണ് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ്. എങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. എന്തൊക്കെയാണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റുകൾ എന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിലുള്ള യൂണിറ്റ് ആണ് ഉപയോഗിച്ച് വരുന്നത്. ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ആ മൂന്നിൽ ഒന്നാമത്തെ കെൽവിൻ എന്ന് പറയുന്നത്. കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ് ആണ്. അതാണ് നമ്മൾ പൊതുവായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സ്പ്രസ് ചെയ്യുക എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ K ഉപയോഗിച്ചിട്ടാണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഉപയോഗിക്കില്ല. ഇപ്പോൾ 50 കെൽവിൻ അങ്ങനെ പറയുള്ളൂ. 50 ഡിഗ്രി കെൽവിൻ എന്ന് പറയില്ല, 50 കെൽവിൻ അല്ലെങ്കിൽ 60 കെൽവിൻ. 60 ഡിഗ്രി കെൽവിൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ കെൽവിൻ ആണ് പറയുന്നതെങ്കിൽ അതിന് മുമ്പിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ ടെമ്പറേച്ചറിന്റെ ഡിഗ്രി പറയുന്ന നമ്പർ, അത്രയും കെൽവിൻ, അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സെൽഷ്യസ്. നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യയിലൊക്കെ താപനില പറയുമ്പോൾ 23 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിന് പറയുമ്പോൾ ഡിഗ്രി മുമ്പിൽ ചേർത്ത് പറയും. അപ്പോൾ 23 ഡിഗ്രി ആണെങ്കിൽ 23 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പല ഫോറിൻ കൺട്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചില വണ്ടികൾ ഫോറിൻ വാഹനങ്ങളൊക്കെ, ഫോറിൻ മാനുഫാക്ചറേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ മാനുവലിലൊക്കെ എന്തായിരിക്കും, ഫാരൻഹീറ്റിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനും നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫാരൻഹീറ്റും ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയാം. 23 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മുടെ 100 ഡിഗ്രി പനി പറയുന്നത് ഫാരൻഹീറ്റിലാണ്. നമ്മൾ തെർമോമീറ്റർ ഒക്കെ അളക്കുന്നുണ്ടല്ലോ, ഡോക്ടർമാർ പറയുന്നത് 100 ഡിഗ്രി പനിയാണെന്ന് പറഞ്ഞാൽ അത് 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, സെൽഷ്യസ് അല്ല. ഫാരൻഹീറ്റ് അപ്പോൾ നമ്മൾ അത്യാവശ്യം കോമൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ആവശ്യം വരും. നമ്മുടെ കൂളിംഗ് സിസ്റ്റം പഠിക്കുമ്പോഴൊക്കെ ഈ ഫാരൻഹീറ്റും ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ 3 യൂണിറ്റും നമുക്ക് അറിയണം. ഈ 3 യൂണിറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ കെൽവിനിലേക്കും ഫാരൻഹീറ്റിലേക്കും മാറ്റാൻ നമുക്ക് അറിയണം. ഫാരൻഹീറ്റ് എന്നാൽ ഡിഗ്രിയിലേക്കും കെൽവിനിലേക്കും മാറ്റാൻ നമുക്ക് അറിയണം. അങ്ങനെ അങ്ങോട്ടും മാറ്റാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫാരൻഹീറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ, അത് ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. F = 9/5C + 32. ഫാരൻഹീറ്റ് = 9/5 × സെൽഷ്യസ് + 32. ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ തന്നിരിക്കുന്ന കെൽവിനിൽ നിന്ന് 273 കുറച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല, 273 കുറയ്ക്കുക. ഇനി ഡിഗ്രി തന്നിട്ട് കെൽവിൻ ആക്കാൻ പറയുകയാണെങ്കിലോ 273 കൂട്ടിയാലും മതി. അതായത് ഡിഗ്രി തന്നിട്ടുണ്ട്, കെൽവിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ കൂടെ ഈ നമ്പർ 273 കൂട്ടുക. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 35 ഡിഗ്രി സെൽഷ്യസിലുള്ള കെൽവിനിലേക്കും ഫാരൻഹീറ്റിലേക്കും മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കെൽവിനിലേക്ക് മാറ്റാം. കെൽവിനിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ പ്രകാരം കെൽവിൻ = ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ
273 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് തന്നിരിക്കുന്നത് 35 അല്ലേ? 35 പ്ലസ് 273 ആണ്. ഇത് ഏകദേശം എല്ലാം കണക്കൂട്ടി അറിയാൻ പറ്റും. 5 3 8 വരും, 7 3 10 വരും. അപ്പോൾ 0 വരും ഇവിടെ. 308 കെൽവിൻ അങ്ങനെ വരുള്ളൂ. വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഡിഗ്രിന്നോ അങ്ങനെ ഒന്നും എഴുതില്ല. 308 കെൽവിൻ. ഇനി നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയെടുക്കുകയാണെങ്കിൽ F is equal to Fahrenheit is equal to 9/5 ഇൻറ്റു ആണ്. അവിടെ ഇൻറ്റു ഇട്ടില്ലെങ്കിൽ അവിടെ ഇൻറ്റു ഉണ്ട്. C പ്ലസ് 32. ആ 32 എല്ലായിടത്തും കോൺസ്റ്റൻ്റ്. എല്ലാ ഇക്വേഷനിലും കോൺസ്റ്റൻ്റ് ആയി വരുന്ന ഭാഗമാണിത്. ഇങ്ങനെയൊക്കെ ആയി കുഴപ്പമില്ല. അത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ വൃത്തിയായിട്ട് എടുക്കുക. അപ്പോൾ എന്താ വരിക? 9/5 അങ്ങനെ തന്നെ എഴുതിയെടുത്തു. ഇൻറ്റു സി എന്ന് പറയുന്നത് 35 പ്ലസ് 32. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഈ ഇൻറ്റു തന്നെ ചെയ്യണം. അല്ലാതെ ആദ്യം പ്ലസ് ചെയ്തിട്ട് പിന്നെ ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത്. ആദ്യം ഈ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 35 5 ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 5 35 ആണ്. അപ്പോൾ 7 എന്ന് ഇവിടെ കിട്ടും. അപ്പോൾ എന്താ കിട്ടും? ഇവിടെ കിട്ടാൻ പോകുന്നത് 9 × 7. 9 × 7 എത്ര വരിക? 63 ആണ്. 9 × 7 63 പ്ലസ് ഒരു 32 കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 2 3 5 6 3 9 95 ഡിഗ്രി ഫാരൻഹീറ്റ്. നിങ്ങൾക്ക് എക്സാമിന് അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ മാറ്റിയിട്ട് 45 ഡിഗ്രിയിലാണ് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത്. ഈ കണക്ക് തന്നെ എഴുതിയെടുക്കേണ്ട. പകരം ഈ 35 പകരം 45 ഉപയോഗിക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നോട്ടിൽ എഴുതി വെക്കണം. അപ്പം ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. തിരിച്ച് കൺവേർട്ട് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല. ഇതേ ഇത് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൽഷ്യസിനെ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് ഹീറ്റ് അക്രോസ് ദ ബോർഡർ ഓഫ് സിസ്റ്റം ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. നമ്മൾ തെർമോഡൈനാമിക് ആയിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നതിന് സിസ്റ്റം, പഠിക്കുന്നതിന് വെളിയിലുള്ള എല്ലാം സറൗണ്ടിങ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നാണ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അകത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നത് എടുക്കാം. എവിടേക്കാണ് പോവുക? ആ സറൗണ്ടിങ്ങിലേക്കാണ് പോവുക. എന്തുകൊണ്ടായിരിക്കും പോകുന്നത്? ടെമ്പറേച്ചർ കൂടുതലാണ്. സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടുതലും സറൗണ്ടിങ്ങിന് ടെമ്പറേച്ചർ കുറവാണെങ്കിലാണ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. കൂടിയ ടെമ്പറേച്ചർ ഭാഗത്തു നിന്നും കുറഞ്ഞ താപനിലയുള്ള ഭാഗത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ ഹീറ്റ് എന്തായാലും ഫ്ലോ ചെയ്തിരിക്കും, അത് എങ്ങനെയാണെങ്കിലും. അപ്പോൾ ആ ഫ്ലോ ചെയ്യുന്നത് എന്തിനൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും? ഒന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഇപ്പോൾ 100 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ പെട്ടെന്ന് വരും. 100 ഡിഗ്രിയിൽ നിന്ന് 99 ഡിഗ്രിക്ക് ടെമ്പറേച്ചർ കുറേശ്ശേ വരുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും പെട്ടെന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യും. പിന്നെ മെറ്റീരിയൽ, ചില മെറ്റീരിയൽ നന്നായി കടത്തിവിടും, ചില മെറ്റീരിയൽ ചൂടിനെ പതുക്കെ കടത്തിവിടുള്ളൂ. അപ്പോൾ മെറ്റീരിയലിനനുസരിച്ചും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ്, അതായത് അളവ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്ന ഏരിയ ഓഫ് കോണ്ടാക്ട്. നന്നായിട്ട് ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ഈ ചായയൊക്കെ തണുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് വലിയ പാത്രത്തിൽ വെക്കൂലേ? അതെന്തുകൊണ്ടാണ്? അതിന് സർഫസ് ഏരിയ കൂടി. തുറന്നു വെച്ചപ്പോൾ എയറും ചായയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ആ പരന്ന പ്ലേറ്റിന്റെ അത്രയും ഏരിയ അല്ലേ? അത്രയും ഭാഗത്ത് കാറ്റ് കൊള്ളും, അത്രയും ഭാഗത്ത് അപ്പം എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടാറുകയും ചെയ്യും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ.
ചില കണ്ടക്ടേഴ്സ് ആണെങ്കിൽ നല്ല ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, ഇൻസുലേറ്റർ ഒക്കെ ആവുകയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും. പിന്നെ വരുന്നത് ഏരിയ ഓഫ് കോണ്ടാക്ട്. രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുന്ന ഏരിയ കൂടുതലാണെങ്കിൽ അവ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും കൂടുതലായിരിക്കും. അപ്പോൾ ഹീറ്റ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് പ്രധാനമായിട്ടും 3 രീതികളിലാണ്. ആ 3 രീതിക്ക് നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ 3നെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്താണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ സോളിഡ്, ഒരു ഖരവസ്തുവിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. 2 ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിളാണ്. അറിയാലോ, ഒരു കമ്പി എടുത്തു, ആ കമ്പി നമ്മൾ ചൂടാക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹീറ്റ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ കൈക്ക് ചൂട് വരും. അപ്പോൾ ഏത് കൂടിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ കമ്പിയിലൂടെ. ഒരു ഖരവസ്തുവാണ് കമ്പി. കമ്പി എന്ന് പറയുന്നത് ഒരു സോളിഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ സോളിഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിളും. ഇവിടെ നോക്കുകയാണെങ്കിലും അറിയാം, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളിവിടെ ചൂടാക്കി, അതിനുശേഷം 3 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കും, ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ പിന്നെയും കുറയും. അപ്പോൾ ഈ ചൂടിൻ്റെ കൊടുക്കുന്ന ഭാഗത്തു നിന്ന് ദൂരത്തേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറഞ്ഞാണ് വരിക. ഇവിടെ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ തീരെ കുറവായിരിക്കും. ഇനി അങ്ങോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ ഇല്ലാണ്ട് അവസാനം. അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഖരവസ്തുവിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കണ്ടക്ഷൻ എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു മെറ്റൽ റോഡ് ഹീറ്റ് ചെയ്യുമ്പോൾ അതർ എൻഡ്, അതായത് അപ്പുറത്തെ എൻഡ് കൂടി ചൂടാവുന്നതിനെ വിളിക്കുന്നതാണ് കണ്ടക്ഷൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഖരവസ്തുവിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ, അതായത് ഈ അറ്റത്ത് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിനൊക്കെ എനർജിയാണ് കിട്ടുന്നത്. ഈ ചൂട് എന്ന് പറഞ്ഞ എനർജി ആണല്ലോ, ഹീറ്റ് എനർജിയാണ്. ആ എനർജി കിട്ടുമ്പോൾ ആ മോളിക്യൂൾസ് ഒക്കെ നല്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പറഞ്ഞ പോലെ വൈബ്രേറ്റ് ചെയ്യും, നല്ല ആ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പോയിട്ട് അടുത്തേന് കുറച്ച് എനർജി കൊടുക്കും. അത് എന്ത് ചെയ്യും? അപ്പം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വൈബ്രേഷൻ പോയിട്ട് അടുത്തേന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൈമാറി പോകുമ്പോൾ ഇയാൾക്ക് കൊടുക്കാൻ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നത്. ഇയാൾക്ക് നല്ല എനർജി കിട്ടും, അതിൽ കുറേ ഇവർക്ക് കൊടുക്കും. അവരെന്ത് ചെയ്യും? അതിൽ കിട്ടുന്നതിന് കുറേ ഇവിടെ കൊടുക്കും, അവർ കുറച്ച് എനർജി ഇവിടെ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ആൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ തലയ്ക്ക് എത്തിയപ്പോൾ ടെമ്പറേച്ചർ തീരെ കുറവായത്. ഇവർക്ക് നല്ല എനർജി കിട്ടി, അതിൽ കുറേ ഇവർക്ക് കൊടുത്തു, ഇവർക്ക് കിട്ടിയാൽ കുറേ ഇവർക്ക് കൊടുത്തു, ഇവർക്ക് കിട്ടിയാൽ കുറേ കൊടുക്കാൻ ഒന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യില്ല, ചൂടാവുന്നില്ല. അപ്പോൾ എനർജി എന്തിനാണ്? മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ മൂലമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത്ര അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നത്? അഡീഷണൽ ആയിട്ടുള്ള ഹീറ്റ് എനർജി ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷനാണ് ഹീറ്റ് ട്രാൻസ്ഫറിന് കാരണമാവുന്നത്. ഇനി കൺവെക്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡ്, അതായത് ഒഴുകുന്ന വസ്തുക്കളിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയാം. ഒരു സർഫസിൽ നിന്നും ഒഴുകുന്ന ഒരു വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം, എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പാത്രത്തിൽ ചൂടാക്കുകയാണ്. പാത്രത്തിൽ എവിടെയാണ് ചൂടാക്കുക? നമ്മൾ താഴെ മാത്രമേ ചൂടാക്കുന്നുള്ളൂ. പക്ഷേ വെള്ളം ചൂടാകുമ്പോൾ എല്ലാ ഭാഗത്തും ചൂടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വസ്തു ചൂടായാൽ അത് എക്സ്പാൻഡ് ചെയ്യും, വലുതാവും, വികസിക്കും. എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. ചൂടായാൽ ആ വസ്തു വികസിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു സാധനം വലുതാക്കുമ്പോൾ അത് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം, വ്യാപ്തം കൂടുതലാണ്, പക്ഷെ കനത്തിൽ വ്യത്യാസമൊന്നും വരില്ല. 1 കിലോഗ്രാം സാധനം ചൂടാക്കിയാൽ അതിൻ്റെ വലിപ്പം കൂടുന്നല്ലാതെ കനം കൂടില്ല. അപ്പോൾ കനം കൂടിയില്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി, അതായത് എന്തായാലും പറയാം, മലയാളത്തിൽ ഞാൻ മറന്നുപോയി. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയും. ഞാൻ മലയാളം കിട്ടിയില്ല, കിട്ടുമ്പോൾ ഞാൻ ഒറിജിനൽ ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഡെൻസിറ്റി കുറയുമ്പോൾ ഡെൻസിറ്റി കൂടിയതുകൊണ്ട്, ഡെൻസിറ്റി 2 മെറ്റീരിയലായിപ്പോൾ ചൂടായ മെറ്റീരിയലിൽ ഡെൻസിറ്റി കുറവാണ്, തണുത്ത മെറ്റീരിയൽ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽ താഴെയും ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയൽ മുകളിലും എപ്പോഴും നിൽക്കുകയുള്ളൂ. അതിനറിയണമെങ്കിൽ നമുക്ക് ഒറ്റ വഴിയുണ്ട്. നമ്മളെ വെളിച്ചെണ്ണയും വെള്ളവും നോക്കുക.
രണ്ടും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ എവിടെ നിൽക്കുക? എണ്ണ മുകളിൽ നിൽക്കും, വെള്ളം താഴെ നിൽക്കും. നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല, എണ്ണ മുകളിലേ നിൽക്കുള്ളൂ, വെള്ളം താഴെയേ നിൽക്കുള്ളൂ. അതിന് കാരണം ഈ ഡെൻസിറ്റിയാണ്. വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, എണ്ണ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറവാണ്. പെട്രോളും അങ്ങനെ തന്നെയാണ്. പെട്രോളിന് 740 കിലോഗ്രാം വരുള്ളൂ ഒരു മീറ്റർ ക്യൂബിൽ. വെള്ളം എന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണ് ഒരു മീറ്റർ ക്യൂബിൽ വരിക. അതുകൊണ്ട് തന്നെ പെട്രോൾ വെള്ളത്തിൽ ഒഴിച്ചാലും അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിലും ഒക്കെ ഇത് വെള്ളം താഴെയും ഡീസൽ മുകളിലേ നിൽക്കുള്ളൂ. നമ്മൾ ഡീസൽ ആദ്യം ഒഴിച്ചിട്ട് വെള്ളം അതിന്റെ മുകളിൽ ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്താണ് സംഭവിക്കുക? ഡീസൽ അപ്പോഴും മുകളിലേക്ക് പോകും, വെള്ളം താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽ, അതായത് തണുത്ത മെറ്റീരിയൽ ഡെൻസിറ്റി കൂടിയിട്ടും ചൂടായ മെറ്റീരിയൽ ഡെൻസിറ്റി കുറഞ്ഞു വരികയാണ്. വെള്ളം നോക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിന്റെ ഡെൻസിറ്റി കുറവും തണുത്ത വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ പാത്രത്തിന്റെ അടുത്തിരിക്കുന്നത് ഈ താഴ്ഭാഗത്താണ് ചൂട് വരുന്നത് അല്ലേ? അപ്പൊ അവിടെ ഇരിക്കുന്ന വെള്ളം എന്ത് ചെയ്യും? ചൂടാവും. ചൂടായ വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയുമെന്നും പറഞ്ഞു. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് മുകളിലേക്ക് പോയിട്ട് തണുത്ത വെള്ളം എന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങി വരും. അതിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ ചൂടുവെള്ളം മുകളിലേക്ക് പോകും, ഡെൻസിറ്റി കൂടിയ തണുത്ത വെള്ളം മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ ഒഴിഞ്ഞിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ മുകളിലേക്ക് പോയി തണുത്ത വെള്ളം താഴത്തേക്ക് വന്നു. അപ്പൊ ഒരു മൂവ്മെന്റ് വന്നില്ലേ? അതാണ് ഈ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ചൂടാവുമ്പോൾ അത് ഇവിടുന്ന് പോവും, എന്നിട്ട് തണുത്ത വെള്ളം വരും. ഇതിങ്ങനെ സൈക്കിൾ പോലെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാ വെള്ളവും ചൂടാവുന്നത് വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. എവിടുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്? ഈ പ്ലേറ്റിൽ നിന്ന് വെള്ളത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ? ഈ വെള്ളത്തിന്റെ മൂവ്മെന്റ് കാരണം. അതാണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഒരു സർഫസിൽ നിന്നും ഒരു ഒഴുകുന്ന ഫ്ലൂയിഡ്, അതായത് ഫ്ലൂയിഡ് ഒഴുകുക തന്നെ വേണം, നിൽക്കുന്ന ഫ്ലൂയിഡ് പറ്റില്ല. അത് എയർ ആവാം അല്ലെങ്കിൽ വാട്ടർ ആവാം, എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ. പക്ഷെ ഒഴുകാൻ പറ്റുന്ന എന്ത് മെറ്റീരിയലും ഉപയോഗിച്ചിട്ട് ഒരു സർഫസിൽ നിന്നും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയാം. അതിന് കാരണം എന്ന് പറയുന്നത് ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ചൂടാവുമ്പോഴും തണുക്കുമ്പോഴും രണ്ട് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. തണുക്കുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ചൂടാകുമ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സർക്കുലേഷൻ സംഭവിക്കുന്നത്. സർക്കിളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ലേ? സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളം ഇങ്ങനെ ചൂടുവെള്ളം മുകളിൽ പോവും, തണുത്ത വെള്ളം താഴെ ഇറങ്ങി വരും. ഈ വെള്ളം തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങി വരും. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റിലും. അങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ആകെ ചൂടായിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫാൻ ഇടും. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ഫാനിൽ നിന്ന് കാറ്റ് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ തട്ടിയിട്ട് ബോഡിയിലുള്ള ഹീറ്റിനെ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. പിന്നെ പുതിയ കാറ്റ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടി തണുപ്പ് കിട്ടും. അപ്പൊ ഹീറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഫാൻ ഇടുമ്പോൾ എന്ത് ചെയ്യും? കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന ഒരു ടൈപ്പാണ് റേഡിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എങ്ങനെയാണോ ഹീറ്റ് വരുന്നത് അതിനെയാണ് റേഡിയേഷൻ എന്ന് വിളിക്കുക. അത് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വഴിയാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് എത്തുന്നത്. അപ്പൊ റേഡിയേഷൻ ഈസ് ദ പ്രോസസ് വേർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫലമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മെയിൻ എക്സാമ്പിൾ സണ്ണ് തന്നെയാണ്. ചൂട്, കാരണം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വരുന്നതാണ് ഇതിന്റെ മെയിൻ ഇത്. ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്താവശ്യമില്ല? ഒരു മീഡിയ ആവശ്യമില്ല, ഇടയ്ക്ക് വസ്തുക്കളൊന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കണ്ടക്ഷനിലാണെങ്കിൽ സോളിഡ് മെറ്റീരിയൽ വേണം, കൺവെക്ഷനിലാണെങ്കിൽ ഫ്ലൂയിഡ് മെറ്റീരിയൽസ് വേണം, അതായത് എയറോ ലിക്വിഡോ ഒക്കെ വേണം. പക്ഷെ റേഡിയേഷൻ വർക്ക് ചെയ്യാൻ ഒരു മെറ്റീരിയലും ആവശ്യമില്ല, അവന് മീഡിയം ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയാൽ അറിയാം. സൂര്യന്റെയും ഭൂമിയുടെ ഇടയിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ? ഒരു 10-100 കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല, വെറും വാക്വമാണ്. അപ്പൊ അതിൽ കൂടി ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് ഈ റേഡിയേഷൻ മൂലമാണ്. പക്ഷെ അങ്ങനെ റേഡിയേഷൻ മൂലം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ ഒന്നും പോരാ, ഉയർന്ന ടെമ്പറേച്ചർ തന്നെ വേണം. സൂര്യന്റെ ടെമ്പറേച്ചർ വളരെ ഉയർന്നതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് ചൂട് വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചൂട് വരില്ലായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ 3 തരത്തിലുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഈ പ്ലേറ്റിൽ നിന്നും മുകളിലേക്ക് ചൂട് വരുന്നത് റേഡിയേഷൻ വഴിയാണ്. ഇടയ്ക്ക് എന്തില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റിലേക്ക് ചൂട് ഈ ലിക്വിഡിലേക്ക് ചൂട് പോകുന്നത് കൺവെക്ഷൻ വഴിയാണ്. ഈ പ്ലേറ്റിൽ നിന്ന് ഈ പിടിക്കുന്ന ഭാഗത്തേക്ക് ചൂട് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് കണ്ടക്ഷൻ ആണ്.
അപ്പോൾ താഴേന്ന് പ്ലേറ്റ് മുട്ടിയിട്ടില്ലല്ലോ, ഇവിടെ മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ഷൻ ആവുമായിരുന്നു. മുട്ടിയിട്ടില്ല. ആ മുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അത് വരുന്നത് റേഡിയേഷൻ മൂലമാണ്. അവിടെ നിന്ന് വെള്ളം ചൂടാവുന്നത് കൺവെക്ഷൻ മൂലമാണ്. ഈ പാത്രത്തിൽ നിന്നും ഈ ഹാൻഡിലേക്ക് പോകുന്നത് കണ്ടക്ഷൻ വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഭാഗമാണ് ആസിഡ്സ് ആൻഡ് ബേസസ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഓർമ്മയൊന്ന് പുതുക്കാം. ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് കെമിക്കലാണ്. ബേസ് എന്ന് പറഞ്ഞാലും കെമിക്കൽ തന്നെയാണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലായിട്ട് പറയുകയാണെങ്കിൽ, കെമിസ്ട്രി പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ H+ അയോണിനെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കൊടുക്കാൻ സാധിക്കുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ആസിഡ് എന്ന് പറയുക. ഹൈഡ്രജന്റെ ഒരു പ്രോട്ടോൺ ആണ് H+ എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജൻ ആകെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ബാക്കിയുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അറിയാമായിരിക്കുമല്ലോ, നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർക്കുന്നില്ല, എന്നാലും ശ്രദ്ധിക്കുക. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക, ഏറ്റവും സെൻറ്ററിലായിട്ട്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും പിന്നെ ന്യൂട്രോണും, അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൽ എല്ലാം ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടാവും. അപ്പോൾ H+ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ആ H+ എന്ന് പറയുന്ന അയോണിനെ കൊടുക്കാൻ സാധിക്കുന്ന, അത്ര അറിഞ്ഞാൽ മതി. ആസിഡ് എന്ന് പറഞ്ഞാൽ H+ അയോണിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ H+ ആയിട്ടുള്ള അയോണിനെ കൊടുക്കാൻ സാധിക്കുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഈ ആസിഡൊക്കെ നോക്കിയാൽ അയാൾക്ക് H ഉണ്ടാകും. എല്ലാ ആസിഡിലും H ഉണ്ടായിരിക്കും. HCl, H2SO4. അപ്പോൾ ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള H+ അയോണിനെ കൊടുക്കാൻ സാധിക്കുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ആസിഡ് എന്ന് പറയാം. അതൊരു പുളിപ്പായിരിക്കും ഉണ്ടാവുക. നമ്മുടെ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ, നാരങ്ങയിലൊക്കെ ആസിഡ് ഉള്ളതാണ്, നമുക്കൊരു പുളിപ്പായിരിക്കും ഉണ്ടാവുക. അത് ഈ മെറ്റീരിയലിനൊക്കെ കേടുവരുത്തും. ആസിഡ് നല്ല ആസിഡ് ആണെങ്കിൽ നമ്മളെയും കേടുവരുത്തും. ആസിഡ് ഒരുപാട് നേരം ഇതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെറ്റൽസ് അടക്കം കേടുവന്ന് പോകും. അപ്പോൾ ആ മെറ്റൽസിനെയൊക്കെ ദ്രവിപ്പിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ സ്വാദ് ഒരു പുളിപ്പാണ് ഉണ്ടാവുക. പിന്നെ ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. നമ്മുടെ ആസിഡാണോ ബേസാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ലിറ്റ്മസ് പേപ്പർ എന്ന്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അറിഞ്ഞിരുന്നാൽ മതി. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഒരു മെറ്റീരിയൽ ആസിഡാണോ ബേസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അത് 2 ടൈപ്പ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്. അപ്പോൾ ആസിഡ് എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റും. നമ്മൾ ഇത്ര ഓർത്തിരിക്കാൻ വേണ്ടി ഒരു വഴി പറയാം. നമ്മുടെ കയ്യിൽ ആസിഡ് വീണെങ്കിൽ നമ്മുടെ കയ്യിൽ റെഡ് കളർ വരുമല്ലോ, നമ്മുടെ കൈയൊക്കെ ആകെ വീങ്ങി റെഡാവും. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നത് ആസിഡ്. നമ്മുടെ കയ്യിൽ ആസിഡ് വീണാലും നമുക്ക് കളർ റെഡാവും. ലിറ്റ്മസ് പേപ്പറിനെ അത് റെഡാക്കും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളർ ആക്കുന്നതാണ് ആസിഡ് എന്ന് പറയാം. അപ്പോൾ റെഡ് കളർ ആവുന്നത് ആസിഡുള്ളപ്പോൾ അത്ര ആലോചിച്ചാൽ മതി. ഇനി ആസിഡിറ്റി അളക്കുന്നത് അല്ലെങ്കിൽ ബേസിറ്റി അളക്കുന്നത് pH സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ നിങ്ങൾ പഴയ ടെക്സ്റ്റ് നോക്കുക. നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. pH സ്കെയിലിൽ 7ൽ താഴെ വരുന്ന മെറ്റീരിയലാണ് ആസിഡ്. pH സ്കെയിലിൽ 7ൽ താഴെ വരുന്ന മെറ്റീരിയലിനെ വിളിക്കുന്നതാണ് ആസിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ആസിഡുകളെല്ലാം pH സ്കെയിലിൽ 7ൽ താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആസിഡിനെ പറ്റി പറയുകയാണെങ്കിൽ H+ അയോണിനെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പുളിപ്പായിരിക്കും. അത് മെറ്റീരിയൽസിനെ എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റും. pH സ്കെയിലിൽ 7ൽ താഴെയായിരിക്കും അതിൻ്റെയൊക്കെ വാല്യൂ ഉണ്ടാവുക. ഇനി ബേസിനെ കുറിച്ച് നോക്കാം. ബേസ് ചെയ്യാവുന്ന എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ OH- എന്ന് പറയുന്ന അയോണിനെ സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ബേസ് എടുക്കുകയാണെങ്കിൽ ആ ബേസിന്റെ ഒക്കെ കെമിക്കൽ ഫോർമുലയുടെ അറ്റത്തായിട്ട് OH ഉണ്ടായിരിക്കും. NaOH, KOH, എല്ലാത്തിൻ്റെ അവസാനം OH എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? അത് ബേസ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ OH- അയോണിനെ, അതിൻ്റെ ചാർജ് മൈനസ് ആയിരിക്കും. ആ മൈനസ് അയോണിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന കെമിക്കലിനെ വിളിക്കുന്ന പേരാണ് ബേസ് എന്ന് പറയുന്നത്. അതൊരു ബിറ്റർ ആയിരിക്കും. ബിറ്റർ നല്ലൊരു ചവർപ്പായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കുമ്മായൊക്കെ വായിലിടുമ്പോൾ ഒരു ചവർപ്പ് ഉണ്ടാവും. വായിലിട്ടുണ്ടാവില്ല, ഞാൻ വായിലിട്ടുമില്ല, പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒരു ചവർപ്പായിരിക്കും ഉണ്ടാവുക. തൊടുമ്പോൾ ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടും.
പിന്നെ അവ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റും. ആസിഡ് നേരെ തിരിച്ചാണ്. ആസിഡ് ബ്ലൂവിനെ റെഡ് ആക്കുമെങ്കിൽ ബേസ് റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. ഇതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7ന്റെ മുകളിലായിരിക്കും. ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ നോക്കുമ്പോൾ OH- അയൺ സപ്ലൈ ചെയ്യാൻ പറ്റും. ബിറ്റർ ആയിരിക്കും, സ്ലിപ്പറി ആയിരിക്കും, തൊടുമ്പോൾ സ്ലിപ്പറി ആയിരിക്കും, ആസിഡ് തൊട്ട് നോക്കരുത്. പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ബ്ലൂ ആക്കി മാറ്റും. pH സ്കെയിലിൽ 7ന്റെ മുകളിലായിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞാൽ pH സ്കെയിലിൽ 7ന്റെ താഴെ, ബേസ് എന്ന് പറഞ്ഞാൽ 7ന്റെ മുകളിൽ. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 എന്ന് പറഞ്ഞാൽ ആസിഡും അല്ല ബേസും അല്ല, അതിന് നമ്മൾ ന്യൂട്രൽ എന്നാണ് വിളിക്കുക. അത് പ്യുവർ വാട്ടർ ആണ്. ശുദ്ധ വെള്ളത്തിന്റെ pH വാല്യൂ ആണ് 7 എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം അറിയണം, ആസിഡും ബേസും തമ്മിൽ കൂടി ചേർന്നാൽ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടുക. ഒന്ന്, നമുക്ക് ഈ ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടർ കിട്ടും. പിന്നെ കിട്ടുന്നത് സാൾട്ട് എന്ന് പറയും. സീ സാൾട്ട് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സാൾട്ട്. നമ്മൾ കെമിക്കൽ റിയാക്ഷന് ബാക്കി വരുന്ന മെറ്റീരിയലിനെ സാൾട്ട് എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ NaOHഉം HClഉം, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് വാട്ടറും നമ്മൾ കറിവേപ്പിൽ ഉപയോഗിക്കുന്ന NaClഉം. ഇതിന്റെ കൂടെ ഹീറ്റും പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ ആസിഡിന്റെ pH വാല്യൂ ബിലോ 7, ബേസിന്റെ pH വാല്യൂ എബോവ് 7. ആസിഡ് H+ അയോണിനെ സപ്ലൈ ചെയ്യും, ബേസ് OH- അയോണിനെ സപ്ലൈ ചെയ്യും. ആസിഡ് സോറാണ്, ബേസ് ബിറ്റർ ആണ്. ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ബേസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ഇതൊരു ടേബിൾ പോലെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും സൗകര്യമായി. pH വാല്യൂ 7 ആണ് വരുന്നത് വാട്ടറിനാണ്, അത് ന്യൂട്രൽ ആണ്. പ്യുവർ വാട്ടർ കേട്ടോ, സാധാരണ നമ്മൾ കുടിക്കുന്ന വാട്ടർ ഒന്നും ആയിക്കൊള്ളുന്നില്ല. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് വേറെ ഒന്നും ഇല്ലാത്ത, നമ്മൾ ശുദ്ധീകരിച്ച വെള്ളം എന്ന് പറയുന്നത് pH വാല്യൂ 7 ആയിരിക്കും. ഇതാണ് ഒരു എന്ത് പറയാ pH വാല്യൂ അതിന്റെ എക്സാമ്പിളും വരുന്നത്. pH വാല്യൂ 0 വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്ററി ആസിഡ്. ബാറ്ററി ആസിഡ് എന്നല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോറി, സൾഫ്യൂരിക് ആസിഡ് ആണ് വരുന്നത്. നമ്മുടെ ബാറ്ററിയിലൊക്കെ സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുക. pH വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. pH വാല്യൂ 2 വരുന്നത് ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങ നീരിനൊക്കെ pH വാല്യൂ 2 ആണ് വരിക, അതൊരു ആസിഡാണ്. അതുപോലെ വിനാഗിരി ഉണ്ടല്ലോ, അതുപോലെ ഗ്യാസ്ട്രിക് ആസിഡ്, നമ്മുടെ ശരീരത്തിന് ആമാശയത്തിലുള്ള ആസിഡൊക്കെ pH വാല്യൂ 2 ആണ് വരിക, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ മുന്തിരിങ്ങ, ഓറഞ്ച് ഒക്കെ pH വാല്യൂ 3 വരുന്ന മെറ്റീരിയലാണ്. ഇത് ഒന്ന് പഠിച്ചു വെക്കുക, അറിയാവുന്നതൊക്കെ. പ്യുവർ വാട്ടർ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീ വാട്ടർ 8 ആണ്, പിന്നെ അമോണിയ 11 ഉണ്ട്. പിന്നെ അറിയാത്തക്കായിട്ട് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് അത്യാവശ്യം വരുന്ന ഈ 2-3 ആസിഡുകൾ, വാട്ടറിന്റെ, സീ വാട്ടറിന്റെ, ബേക്കിംഗ് സോഡയുടെ, അമോണിയയുടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നിടത്തോളം പഠിച്ചു വയ്ക്കുക. അങ്ങനെ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കട്ടെ, ഒരു മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ വെറുതെ എഴുതി വെക്കാമല്ലോ. അപ്പം അറിയാവുന്നതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ 7 എന്ന് പറയുന്നതിന്റെ മുകളിലുള്ള ഇതൊക്കെ ആസിഡ്, അതായത് 0 മുതൽ 6 വരെ, അല്ലെങ്കിൽ 6ന്റെ മുകളിലും 7ന്റെ തൊട്ട് താഴെ വരെ ആസിഡ് ആണെങ്കിൽ 7 കഴിഞ്ഞ് വരുന്ന എല്ലാ മെറ്റീരിയലും ബേസ് ആയിരിക്കും. ഇനി നമുക്ക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബാറ്ററിയിലൊക്കെ ആസിഡിനൊക്കെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ സംഭവിക്കുന്നത് അറിയണം. ആസിഡും വെള്ളവും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ. ചില റിയാക്ഷൻ നടക്കുമ്പോൾ ചൂട് അകത്തേക്ക് എടുക്കും, അപ്പോൾ നമ്മൾ ചൂടാക്കി കൊടുത്താലേ ആ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ചിലത് നടക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്നതിനാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക. വാട്ടറും ആസിഡും മിക്സ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ചൂട് വല്ലാതെ പുറത്തേക്ക് വരും. അപ്പൊ ആ ചൂട് വല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെറിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എപ്പോഴും ഒരുപാട് വെള്ളത്തിലേക്ക് കുറേശ്ശെ ആസിഡ് ചേർക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കുറേശ്ശെ ആസിഡ് ചേർക്കുമ്പോൾ ഈ ആസിഡ് എന്ന് പറയുന്നത് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ ഡെൻസിറ്റിയെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൻസിറ്റി കൂടിയതാണെങ്കിൽ അത് താഴെ പോവും, ഡെൻസിറ്റി കുറഞ്ഞത് മുകളിൽ കിടക്കും. അപ്പോൾ കുറേശ്ശെ ആസിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആസിഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ താഴേക്ക് പോകും. അപ്പോൾ വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഹീറ്റൊക്കെ എന്ത് ചെയ്യും, ആ വെള്ളം അബ്സോർബ് ചെയ്തോളും. കുറേശ്ശെ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ ചൂടും വരുള്ളൂ. അപ്പോൾ കുറേശ്ശെ എന്ത് ചെയ്യും,
ഹീറ്റ് വരും. ആ ഹീറ്റൊക്കെ അപ്പോൾ വെള്ളം അബ്സോർബ് ചെയ്തോളൂ. ഇനി തിരിച്ചാണെങ്കിലോ, ഒരുപാട് ആസിഡിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? വെള്ളം ഒരിക്കലും താഴെ പോകില്ല, വെള്ളം മുകളിൽ തന്നെ നിൽക്കുള്ളൂ. കാരണം ഡെൻസിറ്റി കുറവാണ് വെള്ളത്തിന് ആസിഡിനേക്കാളും. അപ്പോൾ വെള്ളം മുകളിൽ തന്നെ നിൽക്കും. മുകളിൽ തന്നെ ഇരുന്നിട്ട് വെള്ളം ചൂടാവും, വെള്ളം തെറിക്കും. ആ തെറിക്കുന്നതിലൂടെ കുറേശ്ശെ ആസിഡും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മേത്തൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആസിഡ് വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യേണ്ടത്, വെള്ളം ആസിഡിലേക്കല്ല. ഒരുപാട് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ആസിഡാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും തിരിച്ച് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതായത് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ക്ലാസ് നേരിട്ട് വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കണം, എന്നാലേ അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണ് കൂട്ടുകയും കുറയ്ക്കുകയും ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കുക, അത്രേ അവർക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഈ ബേസിക് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ കഴിഞ്ഞു. നോട്ട് എഴുതുമ്പോൾ ഇത് എഴുതേണ്ടി കാണുന്നില്ല, ഹെഡിങ് ഒന്നും എഴുതുന്നില്ല. കണ്ടിന്യൂഷൻ ആയിട്ട് പവർ പോയിന്റ്സ് എഴുതിയെടുക്കുക, ഹീറ്റ് പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കണം. ഈ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എഴുതിയെടുക്കണം. കൺവേർട്ട് ചെയ്യേണ്ടത് 45 ഡിഗ്രിയാണ്, 35 ഡിഗ്രി അല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇതെല്ലാം എഴുതിയെടുക്കണം. ചിത്രങ്ങളൊന്നും വരയ്ക്കണമെന്നില്ല, ഇതൊന്ന് പറ്റുകയാണെങ്കിൽ വരച്ചെടുത്തോളൂ. അതുപോലെ കൺവെക്ഷൻ, ഈ ചിത്രവും ഒന്ന് വരച്ചെടുക്കണം. ഈ പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കണം. റേഡിയേഷനെ പറ്റി പോയിന്റ്സ് എഴുതിയെടുക്കുക. ഇത് ഒന്നും ചെയ്യേണ്ട, കാണിക്കാൻ വേണ്ടി വരച്ചെന്നുള്ളൂ, ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല ചിത്രമല്ല. ആസിഡ്സ് ആൻഡ് ബേസിനെ കുറിച്ച് ഈ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ടേബിളായിട്ട്, ഒരു ടേബിളിൻ്റെ സൈഡിൽ ആസിഡ് എന്നും മറ്റേ സൈഡിൽ ബേസ് എന്നും എഴുതിയിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നെ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം, പറ്റാവുന്നിടത്തോളം പഠിക്കുകയും വേണം. എല്ലാം പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, അറിയാവുന്നതെല്ലാം. നമുക്ക് കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടാവല്ലോ, ബാറ്ററി ആസിഡ് അറിഞ്ഞിരിക്കണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയണം, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, പ്യുവർ വാട്ടർ, സീ വാട്ടർ, അങ്ങനെ കുറച്ച് മെറ്റീരിയൽ അറിയാവുന്നിടത്തൊക്കെ പറ്റാവുന്നിടത്തോളം പഠിച്ചെടുക്കുക. പിന്നെ ഡൈല്യൂട്ടിങ് ആസിഡിൻ്റെ പോയിന്റ്സ് എഴുതിയെടുക്കുക. നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു.